പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ മുമ്പിൽ തിരുവോസ്തി രൂപനായിട്ട് എഴുന്നള്ളിയിരിക്കുന്ന പൊന്നു തമ്പുരാനെ, ഓരോ ദിവസവും ഞങ്ങൾ അതിരാവിലെ കണ്ണ് തുറക്കുന്ന ആ നിമിഷം മുതൽ രാത്രി കിടന്നുറങ്ങുന്ന ആ നിമിഷങ്ങളിൽ വരെ അങ്ങയുടെ പരിപാലന ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങയുടെ സ്നേഹം നുകരുവാനായിട്ട് അങ്ങ് ഒരുപാട് അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്നുണ്ട്. അങ്ങാണ് യഥാർത്ഥ രക്ഷകനും നാഥനും രാജാവുമെന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇന്ന് അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് വിവിധങ്ങളായ ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലായിരിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങാണ് സൗഖ്യദായകൻ എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അങ്ങയുടെ ഒരു സ്പർശം മതി, ഒരു നോട്ടം മതി, ഒരു വാക്ക് മതി അവരെ സുഖമാക്കുവാനായിട്ട്. കർത്താവേ, അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വന്ന് അവരനുഭവിക്കുന്ന വേദനകൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ അങ്ങ് എടുത്തു മാറ്റണമേ. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പല മക്കളും അക്കൂട്ടത്തിലുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഹോസ്പിറ്റൽ ചികിത്സയിൽ ഇരുന്ന് കരയുന്ന ഒരുപാട് മക്കളുണ്ട്. അവരെയെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവരൊക്കെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് അവസരം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഓഗസ്റ്റ് 12 പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയെപ്പറ്റി, അമ്മയുടെ വിശുദ്ധിയിലേക്കുള്ള വിളിയെപ്പറ്റി ഞങ്ങൾ ധ്യാനിക്കുകയാണ്. വിശുദ്ധി എന്നത് ചില പ്രത്യേക വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു വിളിയല്ല. ഓരോ ക്രിസ്ത്യാനിയെയും ദൈവം വിശുദ്ധമായ ജീവിതത്തിലേക്ക് വിളിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വിളി ഒന്നു തന്നെയാണ്: എന്നോടൊപ്പം വിശുദ്ധിയിൽ നടക്കുക എന്ന്. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഈ വിളിക്ക് ഏറ്റവും മനോഹരമായ ഒരു മാതൃകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശുദ്ധിയുടെ രഹസ്യം അവളുടെ പൂർണ്ണമായ സമർപ്പണമായിരുന്നു. ലൂക്കയുടെ സുവിശേഷം 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. മറിയത്തിന് മുന്നിലുള്ള വഴികളെല്ലാം വ്യക്തമായിരുന്നില്ല, എങ്കിലും അവൾ ദൈവത്തെ വിശ്വസിച്ചു. വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ ആദ്യപടി ഇത് തന്നെയാണ്: കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന്. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ മനസ്സിലാകാതെ വരാം. എന്തുകൊണ്ടാണ് ചില ബുദ്ധിമുട്ടുകൾ? എന്തുകൊണ്ടാണ് ചില കാത്തിരിപ്പുകൾ? എന്തുകൊണ്ടാണ് ചില വേദനകൾ? അപ്പോഴാണ് മറിയം നമ്മളോട് പറഞ്ഞു തരിക, എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ദൈവത്തെ അനുസരിക്കുകയല്ല വിശ്വാസം, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുകയാണ് വിശ്വാസമെന്ന്. ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചവളായിരുന്നു പരിശുദ്ധ മറിയം. ലൂക്കയുടെ സുവിശേഷം 2:19 മറിയമാകട്ടെ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന്. മറിയത്തിൻ്റെ വിശുദ്ധിയുടെ മറ്റൊരു രഹസ്യം ദൈവവചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചതാണ്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? ലോകത്തിൻ്റെ ശബ്ദങ്ങളോ, ഭയങ്ങളോ, വേദനകളോ, മറ്റുള്ളവരോടുള്ള പരാതികളോ? മറിയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവവചനത്തിന് ഹൃദയത്തിൽ ഒരു സ്ഥാനം നൽകണമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 19:25 യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ നിന്നിരുന്നു.
മറിയത്തിൻ്റെ ജീവിതം വേദനകളില്ലാത്ത ജീവിതമായിരുന്നില്ല. ഒരുപാട് വേദനകൾ നിറഞ്ഞതായിരുന്നു. എല്ലാം തകർന്നു പോകുമെന്ന് പോലെ തോന്നിയപ്പോഴും പരിശുദ്ധ അമ്മ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും ഓടിപ്പോയില്ല. വിശുദ്ധിയിലേക്കുള്ള വിളി എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തിലേക്കുള്ള വിളിയല്ല, പ്രശ്നങ്ങളുള്ള നടുവിലും ദൈവത്തോടൊപ്പം നിൽക്കാനുള്ള വിളിയാണ്. ഇന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ യേശു നമ്മോട് ചോദിക്കുന്നത് പോലെ നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ വിശുദ്ധിയിലേക്ക് വളരുന്നുണ്ടോ എന്ന്? എൻ്റെ കുടുംബജീവിതത്തിൽ യേശുവിന് സ്ഥാനമുണ്ടോ എന്ന്? എൻ്റെ വാക്കുകളിൽ സ്നേഹമുണ്ടോ എന്ന്? എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ എന്ന്? പ്രാർത്ഥനയ്ക്കായി ഞാൻ സമയം മാറ്റിവെക്കുന്നുണ്ടോ എന്ന്? പരിശുദ്ധ അമ്മയെ നോക്കാം. അമ്മയുടെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്: ദൈവത്തിന് നിൻ്റെ ജീവിതം സമർപ്പിക്കുക, അവൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, പരീക്ഷണങ്ങളിൽ അവനോടൊപ്പം നിൽക്കുക, അപ്പോൾ നിൻ്റെ ജീവിതവും വിശുദ്ധിയിലേക്ക് വളരുമെന്ന്. ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കുകയാണ്. വിശുദ്ധിയിലേക്കാണ് അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മയെപ്പോലെ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അമ്മയെപ്പോലെ പരീക്ഷണങ്ങളിൽ അങ്ങയെ വിട്ടു പോകാതിരിക്കുവാനും അമ്മയെപ്പോലെ സ്നേഹത്തിലും വിനയത്തിലും വിശ്വസ്തതയിലും വിശ്വാസത്തിലും വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധമാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധമാക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധമാക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതം അങ്ങയുടേതാണ്. എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം വിശുദ്ധിയിലേക്കുള്ള ആ ജീവിതത്തിലേക്കായി. ജ്ഞാനത്തിൻ്റെ പുസ്തകം പറഞ്ഞു വെക്കുന്നത് പോലെ വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ ഭാവിയിൽ വിശുദ്ധരാകുമെന്ന്. എന്തു ചെയ്താലും അത് വിശുദ്ധിയോടെ ചെയ്യുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.